വിശ്വസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അഫ്സാൻ മരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അറിയുന്നത്, ബാക്കിയൊന്നും വിശ്വസിച്ചില്ല. ഈ റിജക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഇപ്പോൾ നേരത്തെ സംസാരിച്ചു, ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോരുന്നപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞു, രൂക്ഷമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ നിമിത്തമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയി, നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമസ്കാരം. നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടോ? ഈ അഫാൻ്റെ പിതാവ് പിന്നെ 24 ന്യൂസിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ എന്നൊക്കെ അതിനെ പറയാൻ പറ്റുമോ? ഒരാൾ എന്താണ് അയാളുടെ മാനസികാവസ്ഥ എന്ന് എനിക്കൊന്ന് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. നമുക്കൊരിക്കലും യൂഹിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലേക്കൊരു സംഗതി വരുന്നത് വരെ എല്ലാം നമുക്ക് ന്യൂസാണ്. നമ്മുടെ സ്വന്തം കുടുംബത്തിലോ വീട്ടിലുണ്ടാവുന്ന സമയത്താണ് നമുക്കതിൻ്റെ ആ ഒരു ഞെട്ടൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും ആ ഒരു ബാപ്പുള്ളത്. അയാൾക്കെല്ലാം പോയില്ലേ, അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഒരു നിമിഷം കൊണ്ട്. പ്രത്യേകിച്ച് അയാളൊരു പ്രവാസിയാണ്. ഞാനൊരു 15 വർഷം, എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ 2 കാര്യം പറയാമല്ലോ കേട്ടോ. ഞാൻ ഫസ്റ്റ് 2 ക്ലിപ്പ് കാണിച്ചു തന്നല്ലോ അല്ലേ? ആ രണ്ട് പോർഷനാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. അതിൽ ഒന്നെന്താ വെച്ചാൽ, എല്ലാവരും നോക്കിയിരുന്നത് ഉമ്മ എന്ത് പറയുന്നു, ഉമ്മാൻ്റെ മൊഴിയായിരുന്നു. കാരണം അതാണ് നിർണായകം ഒരു അന്വേഷണ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത്. പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിരുന്ന കാര്യം വെച്ചാൽ, ബീയിങ് എ ഫാദർ, ഒരു അച്ഛൻ എന്നുള്ളൊരു കണ്ടീഷനിലും കൂടി ഞാൻ പറഞ്ഞു, എന്തായിരിക്കും അയാളുടെ മാനസികാവസ്ഥ, പുള്ളിക്ക് എന്തായിരിക്കും പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എന്തായിരിക്കും ആ അച്ഛൻ്റെ മനസ്സിലൂടെ പോകുന്നത്, എന്താണ് ഇപ്പോൾ അവസ്ഥ എന്നറിയാൻ നമുക്ക് ഇവിടെ ഇരുന്നും കൊണ്ട് അറിയില്ലല്ലോ. അപ്പോൾ മീഡിയയിൽ എവിടെയെങ്കിലും ആൾ ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേൾക്കാമെന്നുള്ള കണ്ടീഷനിലാട്ടോ ഞാനിരിക്കുന്നത്. ഇതിൽ 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ഫസ്റ്റ് 2 ക്ലിപ്പ് കാണിച്ചു. ആദ്യം ഉമ്മാനോട് ഈ മരണ വാർത്ത പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. 2ാമത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചോന്നറിയില്ല, നിങ്ങൾ ഈ ന്യൂസ് ഇൻ്റർവ്യൂ കേട്ടവർക്ക് മനസ്സിലാവും. ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു, ഒരു 15 ലക്ഷം രൂപ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഞാൻ എന്തുകൊണ്ടത് ഇത് തുടക്കം തന്നെ പറയാൻ കാരണം അറിയോ? 18ാമത്തെ വയസ്സ് മുതൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ധനകാര്യ സ്ഥാപനം ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിൽ ലോൺ കൊടുക്കുന്നതും അത് തിരിച്ചടവാക്കാത്ത സിറ്റുവേഷനുള്ള ആൾക്കാർ, അവർ നമ്മൾ സമീപിക്കേണ്ട സിറ്റുവേഷൻ, അവരോട് സംസാരിക്കേണ്ട കഥ, കളക്ഷൻ വർക്ക്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ നേരിട്ടിട്ട് കോൺടാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ പലപ്പോഴും വരുന്നുണ്ട്. ഇത് പലപ്പോഴും ചെയ്യേണ്ട സിറ്റുവേഷൻ വരിക ഒരു പക്ഷേ മാനേജർ ആയിരിക്കില്ല, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പിൽ കേട്ടോ, വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക്, ഏതാ ബാങ്ക് എന്നുള്ളത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് മനസ്സിലായ സംഭവമൊക്കെ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് ഇവർ ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു. അതിൽ 15 ലക്ഷം രൂപ അടച്ചു തീർക്കാനുള്ള പൈസ കംപ്ലീറ്റ് ഇയാൾ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ആ കടം കംപ്ലീറ്റ് തീർത്തിട്ടില്ല. ഇനി അതിൽ ഏകദേശം 4 ലക്ഷം രൂപയോളം കടം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ പലിശ എല്ലാം കൂടിയിട്ട് ഒരുപാട് വലിയ സംഖ്യ ആയിട്ടുണ്ട്. ഇത് അടയ്ക്കാത്തതിൻ്റെ പ്രഷർ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജർ ഒരുപാട് ചെലുത്തി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. ന്യൂസിൽ വന്നിരുന്നു. അപ്പോൾ അയാൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ന്യൂസിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഈ ലോൺ തിരിച്ചടയ്ക്കാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ടായിരിക്കും. കാരണം അപ്പോൾ ഈ ബാങ്കിലുള്ള ആൾക്കാർക്കൊന്നും അവർ വീട്ടിലെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും അറിയണ്ട. അങ്ങനെയാണ് സിറ്റുവേഷൻ. കാരണം അവർക്ക് പ്രഷർ ഉണ്ടായിരിക്കും. പക്ഷേ ഈ വെഞ്ഞാറമൂട് കൊലക്കേസിൽ എന്താ സംഭവം എന്നറിയാം? വെഞ്ഞാറമൂട് കൊലക്കേസിൽ ഇത്രയധികം പരിപാടികൾ നടന്നതിന് ശേഷം ഇന്നലെയോ മിനിയാന്ന്, ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും ഇപ്പം എന്നാണല്ലോ, ഇന്നലെയോ മിനിയാന്നിട്ട് വീണ്ടും ആ അസിസ്റ്റൻറ്റ് മാനേജർ, ഒരു നാഷണലൈസ് ബാങ്കാണത്, നാഷണലൈസ് ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ ഇയാളെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് ദേഷ്യപ്പെട്ടു തോന്നി. ഈ ഉപ്പാനെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു. ഇനിയൊന്നും മനസാക്ഷിയിൽ ഏതൊരു മലയാളം മനസ്സിലാവുന്ന പറയാം, മനസാക്ഷിയിൽ ഏതൊരു മനുഷ്യനും വളരെ സാധാരണ തോന്നുന്നൊരു ക്യാരക്ടറാണ്, ഒരു ജീവിതമാണ് ആ മനുഷ്യൻ്റെ, ഒരു ജന്മമാണ് അയാളുടെ. അപ്പോൾ മൂപ്പരോടൊക്കെ വളരെ ഹാർഷായിട്ട് സംസാരിക്കുക, ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ പ്രഷർ ചെയ്യുക. ഈ മാർച്ച് 31 ഈ സംഭവം, അതിൻ്റെ ഇതിൽ ചെയ്യുക. പിന്നെ തിരിച്ചടയ്ക്കാൻ, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത് ഞാൻ കാരണമാണോ നിങ്ങളുടെ മകൻ ഇത്ര അധികം ആൾക്കാരെ കൊന്ന് എന്നൊക്കെ ഈ പിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജന്മം, അവനൊക്കെ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചതെന്ന് ചിന്തിക്കുക. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞാനൊരു ഇതേ സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, ബാങ്കിലായതുകൊണ്ട് പറയാം. മനസ്സിലായോ? അവനൊക്കെ നീ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. നീ ഒരു ജന്മമാണോടാ? നീ ഒരു മനുഷ്യനാണോ? നീ ഒരു മനുഷ്യനാണോ? നീ എന്താ ഇതിൽ കിട്ടുന്നത്? നിനക്ക് നിന്ന് സംഭവിച്ചു, നീ മരിച്ച് പോകുമ്പോൾ, ഞാൻ അങ്ങനെ തന്നെ പറയാം, എനിക്കിപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും ഇതിനുള്ള മറുപടി നിനക്ക് ദൈവം എന്നൊരാളുണ്ടെങ്കിൽ പാവാ. ഇപ്പം അതിൻ്റെ അവസ്ഥ അങ്ങനെ ആയത്, അയാൾ എന്ത് പഴച്ചു, ആ പ്രവാസിയായിട്ടുള്ള മനുഷ്യൻ എന്ത് പഴച്ചു? ഇതെന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ആ വീഡിയോ തുറന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും. ഫസ്റ്റ് ക്ലിപ്പിലതാ പറഞ്ഞിരിക്കുന്നത്, ഇയാൾ
പ്രഷറൈസ് ചെയ്തിരുന്നു എന്ന്. ഇപ്പോൾ വീണ്ടും കഷ്ടം. ഏതായാലും വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ബാക്കി പറയാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയട്ടെ. പ്രവാസിയായിരുന്നു ഞാൻ, 15 വർഷത്തോളം ഗൾഫിലായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പേരെ അവിടെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ആൾക്കാരെ. അതായത് അവർ നല്ല ഇതിലൊന്നും ആയിരിക്കില്ല, ബെഡ് സ്പേസിൽ ജീവിതമായിരിക്കും, ഒരു 18 മുതൽ 20 മണിക്കൂർ വരെ ജോലി എടുക്കുന്നവരായിരിക്കും. അവരുടെ കുടുംബം നാട്ടിൽ അത്യാവശ്യം ഒരു 2500 മുതൽ 3000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലൊക്കെ ഒന്ന് താമസിക്കുക, എല്ലാം സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ജീവിച്ച് അവിടെ എനിക്ക് തോന്നുന്നു ഈ മെസ്സിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഡെയിലി എത്രയോ വർഷങ്ങളായിട്ട് ഒരേപോലത്തെ 3-4 നേരം ഒരേ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എനിക്കെൻ്റെ മനസ്സിൽ കണ്ണടക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. സിന്ധികൾ, മലയാളികൾ, ഒരുപാട് പേര് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ടുള്ളൊരു അച്ഛൻ നാട്ടിലേക്ക് കാശൊക്കെ കൊടുത്തയപ്പിച്ച് കൊറോണ എന്ന് പറഞ്ഞ സംഭവം ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് പേരിൽപ്പെട്ടൊരു വ്യക്തിയാണ് മൂപ്പര്. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം മൂപ്പര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ ഒറ്റ കാര്യം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടത്. അതിന് ശേഷം അതുവരെ എങ്ങനെയാണോ മക്കളെ വളർത്തിയിട്ടുള്ളത്, മക്കൾ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്ക് നോക്കണമെന്നുണ്ട്, നോക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാവുന്ന കാര്യം പറയാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷവും മക്കൾ മനസ്സിലാക്കിയില്ല, മക്കളല്ല കേട്ടോ പാവം, മകൻ മനസ്സിലാക്കിയില്ല. ഭാര്യയുടെ കാര്യം നമുക്കറിയില്ല, ഉണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇയാളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചിട്ടില്ല, അവർ പഴയ ജീവിത സ്റ്റാൻഡേർഡ് തന്നെ തുടർന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു വ്യക്തി. 2 മക്കളുള്ളത്, 2 കുട്ടികളെന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നല്ല ഒരു കുട്ടിയുടെ കാര്യം വാപ്പ അറിഞ്ഞില്ലേ ഗൾഫിലുള്ളപ്പോൾ, പാവം പിടിച്ചൊരു പ്രവാസി. അപ്പോൾ ഞാനത് ഇതും കൂടി പറയാൻ കാണിച്ചാൽ നമ്മളൊരു പ്രവാസി ആയതുകൊണ്ട്. ഏതായാലും ഈ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അധികം ലെങ്തി ആവുമെന്നുള്ള അറിയില്ല. ഏകദേശം കുറച്ച് നേരമുള്ള, ഏകദേശം 30 മിനിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവാം. എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാ കാര്യങ്ങളും. മരണം ആദ്യം മകൻ്റെ കാര്യമാണ് കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് പറഞ്ഞതനുസരിച്ച് അതുപോലെ ഘട്ടം ഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം. വലിയ വിഷമത്തിലായിരിക്കും ഒരമ്മയാണ്. ആണ്. അതിനുശേഷം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണ്. കാരണം എങ്ങോട്ട് പോകണം എന്നറിയില്ല. അതായത് ഈ പ്രേക്ഷകരോടായിട്ടൊക്കെ ഞാൻ പറയുകയാണ്, നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവവികാസങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാം. ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്നൊരു പ്രശ്നം, ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന്. എങ്ങോട്ടേക്ക് പോകണം? പെരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല. പിന്നെ എങ്ങോട്ടേക്ക് പോകണം? ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധുക്കൾ ശരിക്കും ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു, ശരിക്കും ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ. എല്ലാം കഴിയുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് അസുഖം ഭേദമായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇത് ഇങ്ങനൊരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് ഓർത്തെടുത്തു. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സിമിലർ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കും അല്ലേ. പക്ഷെ ഇങ്ങനെ നമ്മളെ കൺമുന്നിലൂടെ നമ്മളൊക്കെ ഇരുന്ന് കാണുന്ന TV-യിലൂടെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കൺമുന്നിലേക്ക് എത്തിയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഡൗട്ടാണ് കേട്ടോ. നിങ്ങൾക്കും അതിനൊരു ഉത്തരം ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് അവരുടെ ജീവിതം? അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആരും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇയാളുടെ ഫാമിലി എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല, ആ സ്ത്രീയുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് ക്രൂശിക്കപ്പെടുന്നത് എനിക്കൊന്ന് ഇയാളെ പറയണ്ട കേട്ടോ. ഈ ചങ്ങാതിനെ ഒരിക്കലും ആരും പറയുന്നില്ല എന്ന് തോന്നുന്നത്. പക്ഷേ ആ അമ്മാനെ, ആ ഷെമീനെ അത്ര അധികം ആൾക്കാർ പറയാതിരിക്കില്ല. കാരണം അങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഉള്ളത്. എൻ്റെ പാങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസികം മനസ്സിലാവും. നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരൻ, ജ്യേഷ്ഠത്തി, എൻ്റെ മോൻ, അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല. അപ്പോൾ അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സ്ഥലമില്ല, ഒന്നുമില്ല. എനിക്ക് ആകെയുള്ളത് എൻ്റെ ഈ ഭൂമി, ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടിപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. അത്രയധികം മനസ്സ് തട്ടണം മൂപ്പര വർത്താനം. എനിക്ക് തോന്നുന്നു ക്യാമറ ഒന്നും കൂടി ക്ലോസപ്പായിട്ട് മൂപ്പര മുഖം ഫേസ് ചെയ്തിട്ടാണ് 24 ന്യൂസിൽ ഈ ഒരു ഇൻ്റർവ്യൂ വന്നതെങ്കിൽ കരയാത്തവരായി മനസ്സാക്ഷിയുള്ള ഒരു മലയാളികളും ഉണ്ടായിരിക്കില്ല. എനിക്കതിനെ കേട്ടിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. ഈ പുള്ളിയുടെ ഫേസ്, ഓരോ വാക്കുകൾ. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് മൂപ്പര വീഡിയോ അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം 24-ൽ പോയിട്ട് നോക്കൂ. അത്യാവശ്യം നല്ല രീതിയിൽ ആ റിപ്പോർട്ടർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ എന്നൊക്കെ പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ വ്യവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ഒരു സംഗതി പറയാം, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പോലെ എടുക്കാനുള്ള റീസൺ എന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളിലേക്ക് തിരുത്താനുള്ള മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് പറയാം. അപ്പോൾ അതാണ് നല്ല ഒന്നുകൂടി. ഈ അവരോട് സംസാരിച്ചിരുന്നു, അവിടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് ശേഷം, ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീമ സംസാരിച്ചിരുന്നു അവരോട്? റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ പാങ്ങോട്ടെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു? അല്ല, അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഉൾക്കൊള്ളാൻ പറ്റൂല.
അല്ല അത് മാനുഷികമാണ്. കാരണം അവരുടെ ബന്ധുക്കളാണ്. റഹീമിൻ്റെ ഉമ്മയെ പോലെ മറ്റു മക്കളുണ്ട്, അവരുടെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. റഹീമിൻ്റെ വീട്ടിലെന്താ, റഹീമിക്കാരുടെ വീട്ടിലെന്താ പറയണേ? ഞാൻ എൻ്റെ വീട് ഇതാണ് ഇപ്പം എനിക്കുള്ള. പിന്നെ ഷമിയുടെ വീട്, ഷമി അവർക്ക് അതിനുള്ള മൂപ്പര വീട്ടിൽ മൂപ്പര ഉമ്മ പോയി, ജ്യേഷ്ഠൻ പോയി, ജ്യേഷ്ഠൻ്റെ ഭാര്യ പോയി, അവിടെ 2 കുട്ടികൾ അനാഥായി. ശരിക്കും ഇവർ അനാഥരായി. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് അവരാണ് ശരിക്കും അനാഥരായത്. ഏട്ടനും ഭാര്യയും പോയി. പിന്നെ വേറെ 2 പേരെ കൊല്ലാൻ വെച്ചിരുന്നു. ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഹിറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലാൻ വെച്ചിരുന്നു ഇവരെ. വേറൊരു ബന്ധുവായിട്ടുള്ള സ്ത്രീ, അവരുടെ മകള് കുത്തുവാക്ക് പറഞ്ഞതിന് ആ സ്ത്രീനെ കൊല്ലാൻ നോക്കുക. അത് കണ്ട് ചിരിച്ചതിന് മകളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ലിസ്റ്റ് ചേർക്കുക. കേട്ടുകേൾവി ഉണ്ടോ? നമ്മൾ പറയില്ലേ കേട്ടുകേൾവി ഉള്ളൂ എന്ന് പറയും. പക്ഷെ ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. പാവങ്ങളാണ്, സൗകര്യങ്ങളൊന്നുള്ളവരല്ല. ക്ഷമിയൊന്നും വീടുണ്ട്, വീട് പഠിച്ചിട്ട് പണിതുകൊണ്ടിരിക്കുന്ന സൗകര്യം അവനുമില്ല. ആരെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു സാധാരണ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്നിട്ട് ഡെഫിനറ്റ്ലി ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാതിരിക്കേണ്ടാവില്ല. പക്ഷെ ഇവരുടെ കേസിൽ എന്ത് സംഭവിക്കുന്നില്ല. കാരണം ആ ഏറ്റവും കൂടുതൽ ഇന്ന് അവൻ ഇപ്പം അതിൻ്റെ ഉള്ളിലാണ് ക്രൂശിക്കപ്പെടുന്നത് ഷെമിയാണ്. മെയിനായിട്ടെന്ന് വെച്ചാൽ ഷെമിയുടെ മെയിനായിട്ട് ആൾക്കാർക്ക് ഒന്നും കൂടി തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും 2ാമത്തെ കുട്ടി ആ മകൻ്റെ മുഖം കേരളം മൊത്തം കണ്ടതാണ്, ലോകം മൊത്തം കണ്ടതാണ്. ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും ആ മകനെ ന്യായീകരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് മീഡിയയിലൂടെ ഒക്കെ പുറത്തു വരുന്നത്. അവർക്ക് കാണണമെന്ന് പറഞ്ഞു, ഇങ്ങനെ മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്തും മെയിനായിട്ട് എന്നെ അവൻ തലക്കടിച്ചതാണ് എന്ന് ഒരു പക്ഷേ തുറന്നു പറയാം, മാതാവ് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല, അവർ ഇത്രയധികം ക്രൂശിക്കപ്പെടില്ല. ഇപ്പോഴും ആൾക്കാർ ഈ ഒരു ഇതിൽ വളരെ മോശമായിട്ട് അവരെ കുറിച്ച് പറയുന്നത് കാരണം അത്ര മാത്രമാണ്. ഈ കടം വരുത്തി വെച്ചു അതൊന്നും എനിക്കൊന്നും ഒക്കെ അവസരം അവൻ എന്തിനത് ചെയ്തു, അവൻ എനിക്ക് കാണണ്ട എന്നൊരൊറ്റ വർത്തമാനം ആ ഉമ്മ എനിക്ക് തോന്നുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കില്ല സമൂഹം അവരെ കാണുക. ഈ നിലവിലിപ്പോൾ നമ്മൾ ഈ ചികിത്സയിൽ കഴിയുന്ന ഷമിയുടെ ഒരു ആരോഗ്യാവസ്ഥ വെച്ചിട്ട് വിദഗ്ധ ചികിത്സ എന്നുള്ളതാണ് കഴിഞ്ഞത്. അപ്പോൾ ഇനി എവിടെയാണോ താമസിക്കാൻ പോകേണ്ടത് അവിടെ കാര്യമായി നോക്കാൻ ഒരാൾ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-3 പേരെങ്കിലും വേണം. കാരണം ഈ ഇയർ ബാലൻസ് ഒക്കെ പോയതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ശരിയായി പറഞ്ഞാൽ ഈ സമയങ്ങളെടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ബാത്റൂമിൽ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ 2-3 പേര് വേണമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പടച്ചോൻ അവരെ ബാക്കി വെച്ചത് കാരണം ഇത്ര അധികം തലക്കടി കൊണ്ട് ആദ്യം കഴുത്തിനിതായി തല അടിച്ച് പൊട്ടിച്ച് അല്ലേ, പടച്ചോൻ വിചാരിച്ചാലേ ജീവൻ പോവുള്ളൂ. മനുഷ്യൻ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല. മൂപ്പര് തീരുമാനിക്കണം ഈ സമയം നിൻ്റെ സമയം ഇവിടുത്തെ കഴിഞ്ഞു വാ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ മാത്രമേ അല്ലാതെ ഒന്നും. അതുകൊണ്ടാണ് ആ ഷോള് മുറുക്കി തലക്കടിച്ചു, തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും അടിച്ചു, കണ്ണനങ്ങുന്നത് കണ്ടു, എന്നിട്ട് വീണ്ടും ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടും പടച്ചോൻ ആ ഒരു ജന്മം ബാക്കി വെച്ചിരിക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ എന്താ വെച്ചാൽ എന്തിനാണെന്ന് ചിന്തിക്കും അല്ലേ. പക്ഷെ അവർ ജീവിക്കണം എന്ന് എവിടെയോ ഒരു നിയോഗമുണ്ട്. ഒരു നല്ല സൗകര്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? കാരണം അതൊരു വലിയ പ്രശ്നമാണ്. ഇത്രയും വലിയൊരു ഷോക്കാണ് ക്ഷമിക്കുന്നത്. അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു ക്രമേണ ഗുളിക കഴിച്ച് മെഡിസിൻ ചെയ്ത് മാറ്റാമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 9-10 മാസത്തോളം ഗുളിക മരുന്നെല്ലാം കഴിച്ചാൽ മാത്രമേ മാറി വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ പൂർണ്ണാർത്ഥത്തിൽ? ഇതൊക്കെ സത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നത്? സത്യമാണ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ മരണം വിശ്വസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അഫ്സാൻ മരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അറിയുന്നത്, ബാക്കിയൊന്നും വിശ്വസിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നില്ല. ആ കുട്ടീനെ ഒഴിവാക്കായിരുന്നു അല്ലേ? കടബാധ്യതകളാണെങ്കിൽ വീട് വിൽക്കാം, ഞാൻ അങ്ങനെ പറയല്ല, ആത്മഹത്യ ചെയ്യാം. പറ്റാത്തവനാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാം, വീട് ബാങ്കുകാർ കൊണ്ടുപോയി എന്തോ ആയിക്കോട്ടെ, അവനാ വരുത്തി വെച്ച കടത്തിന് ഞാൻ അങ്ങനെ പറയല്ല. ചെയ്യാൻ പാടില്ല ഒരാളോട്ടോ, ഒരിക്കലും തെറ്റായൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ പറയല്ല. എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പറയണം മനസ്സിലാവുന്നതായിരിക്കും, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. പക്ഷേ എന്തിനാണ് ആ ചെറുതിന് ആ ചെറിയ മോനെ എനിക്കിപ്പോഴും ഞാൻ പറയില്ല, നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ വന്ന് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ആൾക്കാരുടെ മുഖം മനസ്സിൽ വരും. ഒന്നാമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് നമുക്കൊക്കെ ഒരുപാട് പരിചയമുള്ളൊരു വ്യക്തി പോലെയൊക്കെ അവരായി മാറും. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കുട്ടർ നിങ്ങൾക്കും അതല്ല വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്തും ആരൊക്കെ ഇത് ഉൾക്കൊണ്ട് കാണുന്നുണ്ടെന്നറിയില്ല. നമ്മൾ പറയുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പല ആൾക്കാരും പറയുമ്പോൾ നമ്മൾ അവർ മുഖം മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും. അതുപോലെ ഒരു എന്താ പറയുക തീരാ നോവോ എന്താ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ
ഉപ്പാൻ്റെ കഥ എന്താവും അല്ലേ? ഇക്കായ്ക്ക് അറിയാവുന്ന സാമ്പത്തിക ബാധ്യത എനിക്കറിയാവുന്ന ബാധ്യത ഈ ബാങ്കിൽ ഇടപാട് കൊള്ളും. പിന്നെ എൻ്റെ കുഞ്ഞുമാന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് എൻ്റെ അറിവിലായിട്ടുള്ളൂ. നമ്മൾ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇക്ക ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപയായിരുന്നു? ഹൗസിംഗ് ലോൺ 15 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കാനുള്ള നമ്മൾ അടച്ചിരുന്നത് അടച്ചിരുന്ന് ഞാൻ പൈസ അയച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് NOC വാച്ച് വയ്ക്കാനും പറഞ്ഞു. പക്ഷേ കുറച്ച് പൈസ കൊണ്ട് ബാലൻസ് ഒന്നും അടക്കി എത്തുന്നത് വീണ്ടും കൂടി വരികയാണ് ചെയ്തത്. നമ്മളത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയേ വന്നിരിക്കുന്നു. പിന്നുള്ളത് തട്ടത്തുമലയിലെ നമ്മളൊരു ബന്ധു, പേരൊന്നും പറയണ്ട, ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു പണമാണ്. അത് എത്ര ലക്ഷം രൂപ അറിയാമോ? അത് എന്നോട് പറഞ്ഞത് 4 ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ടെന്നാണ്. അതെന്തിനായിരുന്നു വന്നതും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ആവശ്യം വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും, പറഞ്ഞിട്ടില്ല. അതിപ്പോൾ പറഞ്ഞതാണല്ലേ? ഇല്ല, നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇത്രയും കടം എനിക്ക് അറിയാവുന്ന കടം, ഈ 2 കടം, അതായത് നമ്മൾ 15 ലക്ഷം രൂപ സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്തതിൻ്റെ ബാക്കി വന്ന എല്ലാം അയച്ചു കൊടുത്തിരുന്നു. അവശേഷിച്ച കുറച്ച് പൈസയും അതേപോലെ തട്ടത്തുമലയിലെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 4 ലക്ഷം രൂപയും കുറച്ച് ആഭരണവും, അത് മാത്രമാണ് ഇക്കായ്ക്ക് അറിയാവുന്നത്. എനിക്കറിയാവുന്നതേ ഉള്ളത്. അതിനുശേഷം ഇങ്ങനെ ഈ കടം വന്നത് എങ്ങനെയാണെന്ന് ഇക്കായ്ക്ക് അറിവുണ്ടോ? ഇതിനെ കുറിച്ച് അറിയത്തില്ല. കാരണം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, 9 മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം 5 മണി വരെ നിരന്തരമായി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇത് അടയ്ക്കാനുള്ള പൈസയാണെന്നാലും ഒരു സമയം കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജപ്തി ചെയ്യും. ഇപ്പം എന്നോട് 2 ദിവസം മുന്നേ പറഞ്ഞത് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു, വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ചു, അസിസ്റ്റന്റ് മാനേജർ. നേരത്തെ സംസാരിച്ചു. ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോരുന്നപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞു, രൂക്ഷമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളെ നിമിത്തം എൻ്റെ കുടുംബം നശിച്ചു പോയി, നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതൊരു പുതിയ വിവരമാണ്. ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ, ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. ഒരു അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീമിന്റെ കുടുംബത്തെ ഈ പണത്തിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരു പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങി. അത് എന്നായിരുന്നു ഈ സംഭവത്തിന്? ഏത് ദിവസം മുമ്പ്? ഞാൻ അറിഞ്ഞത് സംഭവം പറഞ്ഞത്. അതായത് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് പറഞ്ഞൊരു പേപ്പർ പറഞ്ഞിരുന്നത്. അത് നിർണായകമായ മൊഴിയാണ്. കാര്യം ഷമിയുടെ മൊഴി ഇപ്പോഴും നമുക്ക് വിശദമായി പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ബാധ്യതയിൽ ഒരു നിരന്തരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് ഇപ്പോൾ റഹീമിന്റെ ഭാര്യ ഷമി റഹീമിക്കോട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ബാധ്യതകളുടെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആദ്യത്തെ ഒരു കേസൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ഭാഗത്ത് ചോദിക്കേണ്ട സിറ്റുവേഷൻ. ഞാൻ അതുകൊണ്ടാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു കാര്യം കൊണ്ട് പറയാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ചോദിക്കുമോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിതാവിനോട് കേരളം മൊത്തം കണ്ടതല്ലേ സഹോദര അസിസ്റ്റന്റ് മാനേജറെ, നീയും കണ്ടതല്ലേ, ഇത് കണ്ടതല്ലേ, നീ സന്തോഷിച്ചോ? ഇത് കാണുന്ന സമയത്ത് നിനക്ക് ആഹ്ലാദം ഉണ്ടായോ? അതിൽ നിർവൃതി അടഞ്ഞോ? നീയും കണ്ടതല്ലേ ഈ സംഭവം? ഞാൻ സത്യം പറഞ്ഞ നമ്മൾ മൂക്കത്ത് വിരലേക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നിപ്പോ. ഇങ്ങനത്തെ ഒരു ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു കുടുംബത്തിനോട്, ഒരു ഉപ്പാനോട്, ആ മനുഷ്യൻ അവിടെ കിടന്ന് അയാൾ നാട്ടിൽ വന്ന് ഒന്നുമില്ല, ഇവിടുന്ന് പോകുമ്പോൾ എല്ലാണ്ട് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ മാത്രമല്ല, അത്രയും അവസ്ഥയിലിരിക്കുന്ന ഒരാളോട് ഇപ്പം എന്തിനാടാ നീ ഏതാണോ എന്താണോ എവിടെയാണെന്ന് അറിയില്ല, നീ വീഡിയോ കാണുമെന്ന് പോലും അറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലുള്ളൊരിത് ചോദിക്കുക, എടാ മരിച്ചു പോണ്ടേ? നിനക്കൊരു വിശ്വാസം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ വിശ്വാസമുള്ളതിൽ പറയാം, എടാ മുകളിലൊരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കുക. അതായത് ഇവരും ഇതിന് മുന്നേ ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മൂപ്പര് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഇതൊക്കെ ഇയാളുടെ വീട്ടിലേക്കും വരും എന്നുള്ളത്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും അവസ്ഥ. ഇതുപോലെയെന്നല്ല പറയുന്നത്. നമ്മൾ പുറത്ത് നടക്കുന്നൊരു സംഗതി നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതൊരു ന്യൂസാണ്. ടിൽ ദ ടൈം നമ്മൾ വീട്ടിനുള്ളിലേക്ക് അത് എൻ്റർ ചെയ്യുന്നവരെ പലിശയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതും പലിശയ്ക്കാണ്. പലിശയ്ക്ക് കൊടുത്തത് പൈസയാണോ ഇങ്ങനെ ആ സമയം ഇങ്ങനെ ബുദ്ധിമുട്ട്. പലിശക്കാർക്ക് പിന്നെ കണ്ണിച്ചോരില്ല, അത് വേറെ കഥ. ഇതിനുശേഷം അല്ല, ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ വരവിനനുസരിച്ച് ചിലവാണ് കേട്ടോ. അത് ചെയ്യാത്തൊറ്റ കാര്യം കൊണ്ടാണ് അവരുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. പക്ഷേ അതിന് ഈ സാധു എന്ത് പഴച്ചു?
അയാൾ പറയണത് കേട്ടിട്ട് അയാളെ ഇൻ്റർവ്യൂ മുഴുവൻ കേട്ടിട്ടുണ്ടായില്ല. അയാൾ അവിടെ പണിയെടുക്കണം. ഇയാളെ ഇക്കാമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന്, അതായത് മൂപ്പർക്ക് അവിടുന്ന് പോരാൻ പറ്റാത്ത രീതിയിൽ ട്രാവൽ ബാൻ ഉണ്ട് എന്നൊക്കെ ന്യൂസിൽ വന്നിരുന്നു കേട്ടോ. ഈ 24 റിപ്പോർട്ടർ പറയുന്നത് കേട്ടു മുഖ്യധാര മാധ്യമങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് പറയാന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടാണ് നമ്മളും ഈ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം. അതിലൊക്കെ ഇത് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ബേസിലാണ് നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അഫാനെ കാണാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. മകനോട് ഇപ്പം തോന്നുന്ന വികാരം? അല്ല, വികാരം നമുക്ക് എന്തായാലും എല്ലാം നഷ്ടപ്പെടുത്തിയത് അവനാണ്. ആ ഒരു വികാരം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എല്ലാം അവൻ നിമിത്തം ഉണ്ടായതാണ്. ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാനും പറ്റത്തില്ല. ഒരിക്കലും അത് പൊരുത്തപ്പെടാൻ പറ്റൂല. മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ക്ലോസപ്പിൽ 24 ഈ ഒരു വീഡിയോ പുള്ളിയുടെ മുഖം അത് നല്ല കാര്യമായിട്ടോ. ഞാൻ ആ ഒരു ന്യൂസ് ചാനലിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. വേറുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ അത് BGM കൂത്തി കയറ്റി കൊളാക്കുമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറയാം, ആ ഒരു ഉപ്പാൻ്റെ മുഖം ക്ലോസപ്പിൽ കാണിച്ചിരുന്നുവെങ്കിൽ മനസാക്ഷിയുള്ള കരയാത്തവരുണ്ടായിരിക്കില്ല. മനസാക്ഷിയുള്ള എല്ലാവർക്കും വിഷമം തോന്നിപ്പോൾ. കാരണം ആ മക്കളെ പറ്റി പറയണ സമയത്ത്, കാരണം അയാൾ ഇങ്ങനെ വളർത്തിണ്ടാക്കിയതായിരിക്കില്ലേ അല്ലേ? അപ്പം ഈ മക്കളെ കാണാൻ വേണ്ടിയിട്ട് ഇയാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഇവരുടെ ഓരോ പിറന്നാളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ പറയുക, എന്ത് തോന്നിയാടാ ഇവൻ എന്ത് തോന്നി, എന്താണ് ഇവൻ്റെ തലയ്ക്ക് അകത്ത് കയറിയത് ഇത് ചെയ്യാൻ? എന്താണ് നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് നിയമം അനുസരിച്ച് പോകാം, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. ഈ നമ്മളെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അഫാന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്ര ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അവനെ രക്ഷകർത്താവിനെ പോലെ കൊണ്ടുവന്ന് സ്നേഹിച്ച് കൊണ്ടുവന്നവരാണ്. കൊച്ചുപോയി അപ്പേരായിട്ട് കൊണ്ടു നടന്നതാണ്. എവിടെ പോയാലും അവന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ സ്ഥാനത്തുള്ള സ്നേഹം അവൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ നമ്മൾ ഈ വാർത്തയൊക്കെ ഇത് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ കമൻറ്റ് വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും അതാണ്, എന്തിനാണ് ആ കൊച്ചു കുഞ്ഞിനെ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അത് അത്രത്തോളം എന്താണെന്ന് നമുക്കറിയില്ല. ഇവർ ഈ അവസാനം ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഞാൻ കേട്ട ഭക്ഷണം കഴിച്ചെന്നും പറഞ്ഞ് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം സംസാരിക്കുന്നത് അവന് 3-4 ദിവസം മുന്നേ വാട്സപ്പിൽ അങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് സംസാരിക്കും. മിടുക്കനായ പയ്യനെന്നാണ് സ്കൂളിലൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട 2 മക്കളും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടത്. അഫാനെ കുറിച്ചും ഒരു മോശം അഭിപ്രായമല്ലോ ഇപ്പോൾ പറഞ്ഞു കേട്ടോ, എൻ്റെ 2 മക്കളും അങ്ങനെയാണെന്ന്. എന്ത് പാപം ചെയ്ത ജന്മല്ലേ ഇത്. വിശ്വാസമുള്ളവർക്ക് കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറയണേ, ഇത്രത്തോളം പാപം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുമോ? അതിനെക്കുറിച്ച് നമ്മൾ സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര കാര്യമായ ഒരാളായിരുന്നു. അങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. അമ്മ, ഈ റഹീമിക്കയുടെ അമ്മ സൽമ ബീവി, ഈ അഫാൻ ഇങ്ങനെ സ്വർണം ആവശ്യപ്പെടാൻ ആ ദിവസം ഉണ്ടായ കാരണം, സാഹചര്യം അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അറിയത്തില്ല. നമ്മൾ ആ ദിവസം തന്നെ ഈ CDMAയിൽ കുറച്ച് പൈസ ഇട്ട് കൊടുത്തു ആർക്കൊക്കെയോ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. തട്ടത്തുമലയിലെ ബന്ധുവിനോട് പിന്നെ സംസാരിച്ചിട്ടില്ല. അപ്പം സ്വാഭാവികമായി പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഷമീനി ഒരു പക്ഷേ റിക്കവറായി വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ബന്ധുക്കളിൽ ആരും ഒരു സഹകരണവുമില്ല. ബന്ധുക്കളുടെ സഹകരണം, എൻ്റെ വീട്ടുകാരായിട്ട് ഞാൻ സഹകരണമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇനിയിപ്പം ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഷമിയെ അക്സെപ്റ്റ് ചെയ്യാൻ, ഷമിയെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. കാര്യം ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടല്ല എനിക്കാണ്. എൻ്റെ ഉമ്മ, ബാക്കിയുള്ള സഹോദരൻ, എൻ്റെ മോൻ, എൻ്റെ ജ്യേഷ്ഠത്തി, ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഈ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു പൊരുത്തപ്പെടലിൻ്റെ ഒക്കെ ഒരു മാസമാണിത്. ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാൻ അവർ ഇതിൻ്റെ കാര്യം, റമദാൻ മാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇയാൾ നോൻപ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് മൂപ്പര് നോമ്പ് ഉറക്കാണ്. പാവല്ല. അപ്പോഴും ആ ഈശ്വരവിശ്വാസം, എന്ത് പടച്ചവനുള്ള ആ ഒരു വിശ്വാസം, എന്താ പറയല്ലേ, എന്ത് പറയും? സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഉണ്ടോ? കാര്യം ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല. പക്ഷേ എങ്കിലും മകന് വേണ്ടിയിട്ടതൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. ഇതൊന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫർസാനയുടെ വീട്ടിൽ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പലപ്പോഴും പലരും സംസാരിക്കാത്തൊരു സംഭവമായിട്ട് ആ ഒരു കുടുംബത്തിൻ്റെ കേസ്. അതായത് ആ ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, അതിനെയും ഇതേമാതിരി വളർത്തുണ്ടാക്കിയായിരിക്കില്ലോ ആ ഉപ്പയമ്മയും അല്ലേ?
പല മോഹങ്ങളും കണ്ടിട്ട് നമ്മളെ പെൺകുട്ടികളെ വളർത്തിയുണ്ടാക്കിയിട്ട് ഇതുപോലെ ചില ആൾക്കാർ കൂടെ ചെന്ന് പണ്ടവും കൊടുത്ത് ഓനെ സഹായിച്ച് അവസാനം ഇതുപോലെ ഒരു ബ്രൂട്ടൽ ഡെത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഇപ്പം എൻ്റെ മനസ്സിൽ ഈവൻ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ, ഇപ്പം നമ്മൾ ഈ നടന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ക്ഷമി ഡിസ്ചാർജ് ആവുകയാണ്, ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഇപ്പോൾ ഇതുവരെയുള്ള ചികിത്സയെല്ലാം എന്നെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളായ 2 പേരാണ്. ഷമീം മണ്ണാമ്പച്ച അബൂബക്കർ, പിന്നെ നമ്മുടെ ബന്ധപ്പെട്ട MLA സാർ DK മുരളി സാർ, അദ്ദേഹത്തിന് കഴിയുന്നതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്താണ് നമ്മളിവിടെ പൈസ അടച്ചിട്ടുള്ളത്, ഇന്നുവരെയുള്ള പൈസ അടച്ചിട്ടുള്ളത്. ഇനിയുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ കയ്യിലൊന്നുമില്ല, 1 രൂപയോ ഒരു സ്വർണ്ണമോ മറ്റോ കാര്യങ്ങളൊന്നും കൈവശമില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്ന വെച്ചാൽ അറിയത്തില്ല. ജീവിക്കണം എന്നുള്ളതേ ഉള്ളൂ. ചികിത്സ ചെലവ് ഉണ്ട്, ഇനിയുള്ള ചികിത്സ ബാക്കിയുള്ള ചികിത്സകളുണ്ട്. എനിക്ക് വേറെ മറ്റു ജോലികളൊന്നുമില്ല. ഒരു ജോലി കണ്ടെത്തണം, എങ്ങനെയെങ്കിലും ചികിത്സിക്കാനെങ്കിലും ജോലി കണ്ടെത്തണം. ഈ പേരുമലയിലെ വീട്ടിലേക്ക് ഇനി ഇല്ല. അഫാനെ, നിന്നെ പ്രാകാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് വരുന്ന ഓരോ നിമിഷവും മലയാളം മനസ്സിലാവുന്ന ഏതോ ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ആരാണെങ്കിൽ ലോകത്തുള്ള എവിടെയുള്ള ഈ ന്യൂസ് കാണുന്ന ആൾക്കാരും ഇവനെ പ്രാകാതിരിക്കുന്ന ഒരു ചെറിയതുപോലും ഉണ്ടായിരിക്കില്ല. ഇവനെ ഓരോ നിമിഷവും TV-യിൽ ഇവൻ്റെ മുഖം കാണുന്ന സമയത്ത് അഫാൻ ഈ ആർഭാട ജീവിതം ഉണ്ടായിരുന്നു എന്നൊക്കെ കഥകൾ പറയുന്നുണ്ട്. അതിന് അത്ര ആർപ്പാടാണെന്ന് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വരുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരൻ നടക്കുന്ന നല്ലൊരു ആഹാരം കഴിക്കുമായിരുന്നു. ബാപ്പ, അച്ഛൻ, ഉപ്പ, അതാണ് ഈ ഒരു സംഗതി. ശ്രദ്ധിച്ചോ എന്നുള്ളത് അറിയില്ല. നിങ്ങളെ ഞാൻ ഉൾക്കൊണ്ട പോലെ നിങ്ങൾ ഉൾക്കൊണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഭാഗത്ത് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും. ആർഭാട ജീവിതം നയിക്കുന്നുണ്ടായിരുന്നു മക്കൾ എന്ന് പറയുന്ന സമയത്ത് എനിക്കറിയില്ല എന്ന് പറയുന്നു, സ്വാഭാവികമായിട്ടും നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് അയാളുടെ അറിവിൽ അത്രയേ ഉള്ളൂ. നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു മക്കളെന്ന്. അതിന് മനസ്സിലായി, എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഒരു ബാപ്പ അപ്പോഴും പറയണം. ഗെയിം അങ്ങനെ എന്തെങ്കിലും കളിക്കുമായിരുന്നു? അതിനെ കുറിച്ച് ഗെയിം PUBG ഒക്കെ കളിക്കുമായിരുന്നു നേരത്തെ PUBG-യുള്ള കളികൾ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വൈഫിനെ വിളിക്കുമ്പോൾ മേലെ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ട് എന്താ ചെയ്യുന്നതിന് പിള്ളേർക്ക് PUBG കളിക്കാണെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇതുപോലെയുള്ള ഗെയിമും അങ്ങനത്തെ പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇനി ലഹരിയുടെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ ഇൻഫർമേഷനൊന്നും നമുക്കറിയില്ല. ഇതുപോലെ വല്ല കാര്യങ്ങളും ന്യൂസൊക്കെ ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ പറയുന്നു, എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്തും ഇപ്പം ഞാൻ ആ പറഞ്ഞ പോലെ പ്രാക്കിൻ്റെ കേസ് ഉണ്ടായിരിക്കും. സോറി രണ്ടാമത്തെ കേസ് എങ്ങനെയാണ് അവരിനി അങ്ങോട്ട് ജീവിക്കുക എന്നുള്ള അവർക്കും അറിയില്ല. ഇത്ര മാത്രം പറയുന്നു, ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഞാനിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. ധൈര്യം കൊടുക്കട്ടെ ദൈവം, പടച്ചോൻ അവർ ജന്മം തിരിച്ചെടുക്കുന്നത് വരെ. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും ഇവരുടെ മാനസികാവസ്ഥ. 2 മക്കളും പോയി, ഇയാളെ ഉമ്മയും പോയി, ഏട്ടനും പോയി, ഏട്ടൻ്റെ ഭാര്യയും പോയി, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി നിന്ന് അങ്ങനെ ഈ ഇത്രയും കാലം ഈ മനുഷ്യനവിടെ സ്വന്തം കുടുംബവും സുഖസൗകര്യങ്ങൾ പോലും ത്യജിച്ചിട്ട് അയാളവിടെ പോയി. ഞാൻ ഇയാളെ മാത്രം സെൻട്രൽ ഇതാക്കിയിട്ട് ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും കാലം അവിടെ നിന്നിട്ട് ഈ മനുഷ്യന് ഇന്ന് എന്താ ഉള്ളത്? മനുഷ്യൻ്റെ ഒരു അവസ്ഥ കേട്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സംഭവമുണ്ട്. ഇതൊന്നും തന്നെ സംഭവിച്ചതല്ല, പക്ഷെ ഇയാളുടെ കുറ്റം കൊണ്ടല്ലല്ലോ അല്ലേ? അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു നിമിഷം കൊണ്ടൊരു മനുഷ്യന് എല്ലാം ഇല്ലാത്താവുന്ന ഒരു അവസ്ഥയിൽ നാളെ എന്ത് ചെയ്യണം എന്നറിയില്ല. മരുന്ന് ഒരുപാട് കഴിക്കാനുണ്ട്, അതുകൊണ്ട് ജോലി എടുത്തേ സാധിക്കുള്ളൂ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ, പടച്ചോൻ തീരുമാനിച്ചാലേ മുകളിലേക്ക് വിളിക്കാൻ കഴിയുള്ളൂ. പടച്ചോൻ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോഴേ നമുക്ക് ഇതൊന്നൊരു, അപ്പം അതുവരെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിൻ്റെ കാര്യം എന്താ വെച്ചാൽ അതിനുള്ള ഒരു ഇത് എന്താ പറയുക അറിയില്ല. അത് കൊടുക്കട്ടെ പടച്ചോൻ അല്ലേ? നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുന്നത് വരെ നമുക്കെല്ലാം ന്യൂസാണ്.
ടിൽ ദ ടൈം നമ്മളെ ഹിറ്റ് ചെയ്യുന്നത് വരെ എല്ലാം നമുക്ക് ടി വി കാണുന്ന ന്യൂസ്. അത് കഴിയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുള്ളൂ. വീഡിയോ നിർത്തുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ, നീ ആരാണെന്നോ നിൻ്റെ പേരോ കാര്യങ്ങളോ അറിയില്ല. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു തെറ്റായിരിക്കാം. തെറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിനക്ക് വിശ്വാസമുണ്ടോ കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പാപമായിരിക്കാം നീ ചെയ്തിട്ടുള്ളത്. വിശ്വാസം ഉണ്ടെങ്കിൽ മരിച്ചു പോകണ്ടേ? ആ സമയത്ത് ചോദിക്കുന്ന ഒരു സംഗതികളുണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്നവരോടാണ് പറയണത്. ഇനി അതൊന്നും ഇല്ലാത്ത ഒരുത്തൻ ബാങ്കിൻ്റെ ഇതിനു വേണ്ടി മാത്രമായിട്ട് പണിയെടുത്തിട്ട് ഈ ലോണൊക്കെ തിരിച്ചടച്ച് ബാങ്കിനെ നമ്പർ 1 ആക്കി വളർത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുത്തരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം ഒന്നും പറയാനില്ല മോനെ.